കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വലയിൽ കണ്ടെയ്നർ കുടുങ്ങി. തൊഴിലാളികൾക്ക് വലയും മത്സ്യവും നഷ്ടമായി. തൃശൂർ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ സംസം വള്ളത്തിലെ തൊഴിലാളികൾക്കാണ് വലയും മീനും നഷ്ടപ്പെട്ടത്. കൊച്ചി തീരത്ത് നിന്നും 15 നോട്ടിക്കൽ മൈൽ അകലെ വല വീശിയ സമയത്തായിരുന്നു സംഭവം. വല വലിക്കാനുള്ള ശ്രമം ഫലിക്കാതെ വന്നതിനെ തുടർന്ന് മറ്റു വള്ളക്കാരുടെ സഹായത്തോടെ വല വലിച്ചെടുക്കുകയായിരുന്നു. ഇതോടെ ഏറെക്കുറെ പൂർണ്ണമായും വല നഷ്ടപ്പെട്ടു. കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറുകളിൽ കുടുങ്ങിയാണ് വല നശിച്ചതെന്നാണ് തൊഴിലാളികൾ സംശയിക്കുന്നത്. പടിഞ്ഞാറ് വെച്ചിട്ട് ഞങ്ങൾ വലയടിച്ച് മീനെ കണ്ട് വലയടിച്ചപ്പോൾ വല ഉടക്കിൽ വീണ് വല ഞങ്ങൾ റോപ്പ് എടുത്ത് കുറച്ച് വന്നപ്പോൾ ഒരു വലിയ കണ്ടെയ്നറുമായിട്ട് സാധനങ്ങൾ പൊന്തി വന്നിട്ട് പിന്നീട് അത് ചെളിയും വെള്ളം കയറി താഴേക്ക് പോവുകയും റോപ്പ് പൊട്ടിയിട്ട് ഞങ്ങളുടെ വെയിറ്റും 500 മാറ് വലയുള്ള വല കംപ്ലീറ്റ് പോയി. ഞങ്ങൾക്ക് ആകെ കിട്ടിയത് കുറച്ച് 20 മാറ് വെയിറ്റും കുറച്ച് വലയും മാത്രം കിട്ടിയുള്ളൂ. കംപ്ലീറ്റ് വലയും ഞങ്ങൾ ഈ കടലിൽ പോയി. 3 വള്ളങ്ങൾ കൂടി പൊക്കിയെടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സാധനം കിട്ടിയത്. ഏകദേശം 30 ലക്ഷം രൂപയോളം ചിലവുണ്ട് ഈ സാധനം. ഈ വള്ളവും വല ഇറക്കിയിട്ട് ഞങ്ങൾ മത്സ്യബന്ധനത്തിൽ ലോൺ എടുത്ത് ചെയ്ത പ്രസ്ഥാനമുള്ളത്. ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ തീർത്തും ഈ മുതൽ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി. അത് തന്നെയുമല്ല 61 ആളിന്ന് പണിക്കുണ്ട്. ഈ 61 കുടുംബവും പട്ടിണിയായി. ഏകദേശം 20 ലക്ഷത്തിലധികം രൂപയുടെ വലയും 10 ലക്ഷത്തോളം രൂപയുടെ മത്സ്യവും നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ അവകാശപ്പെട്ടു. വല പുനർനിർമ്മിച്ച് വീണ്ടും മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ ആഴ്ചകൾ വേണ്ടിവരും. തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം കൂടി കണക്കാക്കിയാൽ സാമ്പത്തിക നഷ്ടം ഇരട്ടിയാകും. കടലിൽ വല നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ സമീപകാലത്ത് ഏറി വരികയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി തീരത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് മഹാവിഷ്ണു, UK പ്രദേശ് എന്നീ വള്ളങ്ങളുടെ വലയും നഷ്ടപ്പെട്ടിരുന്നു. കടലിൽ മുങ്ങിത്താഴ്ന്ന കണ്ടെയ്നറുകളാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് തൊഴിലാളികൾ പരാതിപ്പെടുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. ജനം, തൃശൂർ.